അല്ല എന്തേ ഈ പോണൊന്നുമില്ലേ? എൻ്റെ പൊരൽ എൻ്റെ ഉമ്മനെ വാപ്പനെ വിളിച്ചോ എന്നിട്ടാണ്ട് പൊയ്ക്കോ. ഈ കുറേ ദിവസമായില്ലേ ഇവിടെ വന്നിട്ട്? പൊയ്ക്കോളി, കുട്ടികളൊക്കെ അവിടെ ചേർത്തിക്കോളി കേട്ടോ. സ്കൂളിൽ ഇവിടെ ചേർത്തണ്ട, കുട്ടികളൊക്കെ അവിടെ തന്നെ പഠിച്ചോട്ടെ, അതാ നല്ലത്. ഈ ഏതായാലും അവിടെ അല്ലേ നിൽക്കണേ, അപ്പം മക്കളും അവിടെ തന്നെ പഠിച്ചോട്ടെ. ഈ ചായൻ്റെ വെള്ളം ഇങ്ങോട്ട് എടുത്തോ, അതൊന്ന് കുടിക്കട്ടെ. ഞാൻ കുറേ നേരമായില്ലേ ഞാൻ ഇവിടെ കുത്തിരിക്കണേ. വെറുതെ ഇരിക്കണേ കണ്ടാൽ എന്തേ വേണോ, ചായ വേണോ, വെള്ളം വേണോ എന്നൊന്നും ചോദിച്ചൂടെ എനിക്ക്. ഒന്നും ചോദിക്കരുത്, മിണ്ടാതെ അവിടെ ഇവിടെ ഇങ്ങനെ നിൽക്കുക. എന്താന്നാ ചോദിച്ച് വിചാരിച്ചിട്ട് എന്തായി പോവാനാ എനിക്ക്? ഒന്ന് ചോദിച്ചാൽ ഇല്ലാത്തൊരു സാധനം തന്നെ അവള്. ഇവിടുന്ന് പോയി കിട്ടിയാൽ വേണ്ടിയില്ലേ ഇനി. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയണ്ടല്ലോ പൊയ്ക്കോ എന്ന്. ഞാൻ എങ്ങോട്ട് പോവാനാണ്? ഈ മക്കൾ ഇവിടെ അല്ലേ വളരേണ്ടത്? അവിടേക്ക് കൊണ്ടുപോയിട്ട് എൻ്റെ വയസ്സായ വാപ്പയും ഇമ്മയും കഷ്ടപ്പെട്ട് നോക്കാനോ? ഈ മക്കൾ ഇവിടെ അല്ലേ വളരേണ്ടത്, ഇവിടെ അല്ലേ നോക്കേണ്ടത്? പിന്നെ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോകാനാണ് ഈ മക്കൾ? നിങ്ങൾ അനങ്ങിയാൽ പറയണ്ടല്ലോ മക്കളോടായാലും എന്നോടായാലും പൊയ്ക്കോ എന്ന്. അതങ്ങനെ പറയണോ അമ്മ? അത് തെറ്റല്ലേ? ഈ മക്കൾ ഇവിടെ അല്ലേ വളരേണ്ടത്? പിന്നെ ഞാനെന്ത് പറയാനാണ്? എൻ്റെ മോനിക്ക് ഇത്രയും കഷ്ടപ്പാടൊന്നും തലേ കയറ്റാനാവൂല. അനക്കും സുഖമില്ല, മക്കൾക്കും പിന്നെ ഓരോന്ന് സൂക്കേട് വരും. ഇതിനൊക്കെ മരുന്ന് വാങ്ങണ്ടേ? എൻ്റെ വാപ്പൻ്റെ അടുത്തേക്കും ഉമ്മൻ്റെ അടുത്തേക്കും തന്നെ അവിടെ പൊയ്ക്കോ. അവിടെ പോയി നിന്നാൽ പോരാ. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൻ അങ്ങോട്ട് അയച്ചു തരും, അത് വാങ്ങിക്കോ. അല്ലാതെ എൻ്റെ മോനെങ്ങനെ വല്ലാതെ കണ്ട് ഇടങ്ങേറാക്കല്ലേ. എൻ്റെ മോനും സമാധാനത്തിൽ ഇവിടെ ജീവിച്ചോട്ടെ. മക്കളാണെങ്കിൽ ഇങ്ങനെ വൈത്തലെ വന്നിട്ടു ഓനെ പിടിച്ച് വലിച്ചിട്ടു ഓൻ്റെ മേല് കയറി കളിച്ചിട്ടു ഓനിക്ക് സുഖമില്ലാതാവും. നല്ല കഥ തന്നെ. നിങ്ങൾ വന്നത് മുതൽ എൻ്റെ മോനിക്ക് ഒരു ഒഴിവും ഉണ്ടായിട്ടില്ലല്ലോ. നിങ്ങൾ നാളെ മറ്റന്നാളോ എൻ്റെ വാപ്പനെ അമ്മനെ വിളിച്ചിട്ട് പൊയ്ക്കോ. ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടാക്കി തരാൻ എന്നെ കൊണ്ടാവില്ല. ഓനിക്കായിട്ട് ഒഴിവില്ല, ഓനിക്ക് പണിക്കുണ്ടേ. ഓൻ അന്യ മക്കളെ ഇങ്ങനെ കൊണ്ടെടുക്കുക. എന്താ അത്? അവിടെ നിന്നോളി, എന്താ വെച്ചാൽ പൈസ കൊണ്ട് അയച്ചു തരണ്ട്. അവിടെ നിന്നോളി നിങ്ങൾ. ഇവിടെ ഇങ്ങനെ മക്കളെ നോക്കി കുത്തിരിക്കാനാണ്, വേറെ പണിയൊന്നുമില്ല. ഈ എന്താന്ന് തന്നെ നോക്കി പേടിപ്പിക്കുന്നത്? ഈ നോക്കിയാലൊന്നും ഞാൻ പേടിക്കൊന്നുമില്ല. അതേതായാലും ശരിയാണുമ്മ. സ്വന്തം മക്കളെ നോക്കണേ നിങ്ങൾക്ക് ഭയങ്കര അസൂയാണല്ലോ. സ്വന്തം മക്കൾ പിന്നെ വാപ്പൻ്റെ അടുത്തല്ലാതെ പിന്നെ ആരെടുത്താണ് നിൽക്കേണ്ടത്? വാപ്പയും ഇമ്മയും ഒരുമിച്ചല്ലമ്മ നിൽക്കേണ്ടത്. നിങ്ങൾ എന്തിനാണ് ഇനിയും മക്കളെ ഇവിടുന്ന് പറഞ്ഞയക്കണത്? നിങ്ങളും കണക്ക് തന്നെ, നിങ്ങളെ മോനും കണക്ക് തന്നെ. നിങ്ങൾ പറഞ്ഞതേ നിങ്ങളെ മോൻ കേൾക്കുള്ളൂ, നിങ്ങളെ മോൻ പറഞ്ഞതേ നിങ്ങളും കേൾക്കുള്ളൂ. എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാനാ? ഞാൻ ഇവിടെ തന്നെ നിൽക്കുക, ഞാൻ എങ്ങോട്ടും പോണില്ല. ഞാൻ അവിടെ പോയിട്ട് എൻ്റെ വയസ്സായ വാപ്പയും അമ്മനെയും കഷ്ടപ്പെടുത്താനോ? ഓർക്ക് ഓരോ സന്തോഷത്തിലൊന്ന് കുറച്ച് കഴിഞ്ഞോട്ടെ. ഒരു കുറേ കാലമായി ഇനിയും മക്കളെയും നോക്കി കഷ്ടപ്പെടുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങളിപ്പോൾ ഇന്നെ ഇവിടുന്ന് ഓടിക്കുക, പൊയ്ക്കോളി എന്ന് പറഞ്ഞിട്ട്. നല്ല കഥ തന്നെ. ഏതായാലും ഞാനിവിടെ നിൽക്കാൻ തീരുമാനിച്ച് വന്നതാ. പിന്നെ നിങ്ങൾ ഇവിടുന്ന് എന്നെ പറഞ്ഞയക്കണ്ടമ്മ. ഞാൻ ഇവിടെ എങ്ങനെയും കഷ്ടപ്പെട്ട് നിന്നോളാം. എനിക്കറിയാം നിങ്ങൾ ഒരുപാട് ദുരിതം എന്നെ ചെയ്യുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ ആരോടും ഒന്നും പറയില്ല. എല്ലാം എൻ്റെ മനസ്സിൽ വെക്കും. എൻ്റെ അമ്മനോട് വരെ ഞാൻ പറയില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ പറയില്ല. നിങ്ങൾ പറഞ്ഞാലും നിങ്ങളെ മോൻ പറഞ്ഞാലും ഒന്നും ഞാൻ എൻ്റെ അമ്മനോടും വാപ്പനോടും പറയില്ല. എല്ലാം മനസ്സിൽ ഒതുക്കിയിട്ട് ഞാൻ നിൽക്കുക. എല്ലാം ഞാൻ അള്ളാഹ്ക്ക് ഇട്ട് കൊടുക്കും. ഏതായാലും ഞാൻ പോവാൻ തീരുമാനിച്ചില്ല ഇവിടുന്ന് കേട്ടോ. എന്ത് പോവാൻ തീരുമാനിച്ചില്ലാന്നോ? നല്ല കഥ തന്നെ. എന്താ ഈ പോവാൻ തീരുമാനിച്ചില്ല എന്നൊക്കെ പറയേണ്ട ആവശ്യമോ? പോവാൻ തീരുമാനിച്ചില്ലാന്ന് എൻ്റെ മോള് ആകെ ബേജാറിലാണ്. മോളെ കല്യാണം ഉറപ്പിച്ചിരിക്കണ്, അതിൻ്റെ പരക്കം പാച്ചില്ല എൻ്റെ മോന്. അതിൻ്റെ ഇടയിൽ കൂടെ അയ്യോ എൻ്റെ മക്കളും ഇവിടെ വന്നിട്ടേ മനസ്സമാധാനം ഇല്ലാതാക്കല്ലേ കേട്ടോ. നല്ല കോള് തന്നെ. ഇത് വെറുപ്പിക്കലാണെന്നാ. വാപ്പയും ഇമ്മയും തന്നെയാണ് പെൺകുട്ടികളെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ശ്രദ്ധിക്കേണ്ടി. വാപ്പയും ഇമ്മയും തന്നെ. അല്ലാതെ എൻ്റെ മോനെ തലയിലേക്കൊന്നും ഇടണ്ട. എൻ്റെ മോനിക്ക് അതിനെടുക്കാൻ മാത്രം പണി ഇവിടെ ഉണ്ട്. ഓൻ്റെ പെങ്ങളെ മോളെ കല്യാണം ഇവിടെ വരാനയക്കിന്. ആ കാര്യത്തിലേക്കൊക്കെ നോക്കുന്ന തിരക്കിലാണ് ഓന്. അങ്ങനത്തെ ഓനെ ഇടങ്ങാറാക്കാൻ നിൽക്കുക. അതിനൊന്നും കഴിയൂല. ഈ ദേഷ്യം പിടിച്ചിട്ട് അങ്ങോട്ട് എണീച്ച് പോകുമൊന്നും വേണ്ട, അവിടെ ഇരിക്കേ. ദേഷ്യം പിടിച്ച് പോകുമൊന്നും വേണ്ട. ദേഷ്യം പിടിച്ച് പോണത്? ഞാൻ ദേഷ്യം പിടിച്ചിട്ടൊന്നല്ല അമ്മ. ഞാനിത് അങ്ങക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ എങ്ങോട്ട് ദേഷ്യം പിടിച്ച് പോവാൻ? ഞാൻ എങ്ങോട്ടും പോണില്ല. ഇവിടെ പോണില്ലാന്നോ? ദേഷ്യം പിടിച്ച് പോണില്ലാന്നോ? ഈ പൊയ്ക്കോ, ആരാച്ചാ വിളിച്ചോ, വരുത്തിച്ചോ, കൊണ്ടുപോയിക്കോ, പൊയ്ക്കോ.
ഇവിടെ ഇപ്പം അതിനൊന്നും നേരമില്ല. എൻ്റെ മോനിക്ക് ഒരു പൊടി നേരമില്ല. മോനിക്ക് എടുക്കാൻ മാത്രം ഇവിടെ ഉണ്ട്. എന്താക്കി വെച്ചിക്കിന് പൊരയും കൂടിയൊക്കെ അവിടേക്കും ചാടി ഇവിടേക്കും ചാടി അതിൻ്റെ മുകളിലേക്കും ചാടി അതും കേടുവരുത്തി. എന്ത് മക്കളാണ് മക്കള്? അങ്ങനെ ഉണ്ടല്ലോ മക്കൾ എവിടെങ്കിലും? എന്തോ ഒരു കുരുത്തക്കേടാണ് മക്കൾക്ക്. എന്താണുമ്മ എന്ത് വർത്താനാണ് നിങ്ങൾ പറഞ്ഞത്? എൻ്റെ മക്കൾക്ക് കുരുത്തക്കേട് നിങ്ങൾ മാത്രമേ പറയുള്ളൂ, ഒരാളും പറയില്ല. എൻ്റെ മക്കൾ ഒരു സാധനം വെച്ചത് അങ്ങോട്ടോ അങ്ങോട്ടോ നീക്കുക, എന്തെങ്കിലും സാധനം എടുത്ത് പൊട്ടിക്കുക, ഒരു സംഗതി ചെയ്യില്ല. ഇവിടെ തന്നെ നിങ്ങളെ മോളെ മക്കൾ വന്ന് എത്ര ഗ്ലാസ് പൊട്ടിച്ച്. എൻ്റെ മക്കൾ ഒരു ഗ്ലാസ് പോയിട്ട് ഒരു സ്പൂണ് വരെ നിലത്തേക്ക് ഇടൂല. നിങ്ങൾ എന്താ ഇപ്പം അങ്ങനെയൊക്കെ പറയുന്നത്? ഒരുപാട് വിഷമം കിട്ടുമ്മ. ഇത് നിങ്ങളെ മോൻ്റെ മക്കൾ തന്നെയല്ലേ? നിങ്ങളെന്താ മക്കളി മോൻ്റെ മക്കളി മോളെ മക്കളി ഒരേ മാതിരി കാണാത്തത്? മോളെ മക്കളെ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ, മോൻ്റെ മക്കളല്ലേ നിങ്ങൾക്ക് ഉണ്ടാവുക? അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? ഭയങ്കര കഷ്ടം തന്നെയാണ് ഉമ്മ. മക്കളൊക്കെ ഒരേ മാതിരി കാണണം, പൈത മക്കളല്ലേ. ഓരൊക്കെ നിങ്ങൾ ഇങ്ങനെ കുറ്റപ്പെടുത്തി എന്താ എൻ്റെ മക്കളെ നോക്കണം നോട്ടോ? നിങ്ങൾ മോനുള്ള സമയത്ത് നല്ലൊരു സ്നേഹത്തോടെ പെരുമാറുക. മോൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി കഴിഞ്ഞാൽ മക്കൾക്ക് ഇല്ലാത്ത കുറ്റങ്ങൾ പറയുക, മക്കളെ ചീത്ത പറയുക, ഇതൊക്കെ നിങ്ങളെ പരിപാടിയില്ലേ? പക്ഷെ അതിന് ആടിത്തരാൻ പറ്റിയൊരു മോനും നിങ്ങളത്. സന്തോഷമായി ഉമ്മ. ഏതായാലും ഞാൻ എന്ത് വന്നാലും ശരി, ഞാൻ ഇവിടുന്ന് ഇപ്പം എങ്ങോട്ടും പോണില്ല. ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചിട്ട് തന്നെ വന്നതാണ്. ഞാനിങ്ങോട്ട് എല്ലാ തുണി കുപ്പായൊക്കെ ഉണ്ട് എൻ്റെ. ഞാൻ അങ്ങോട്ടും പോണില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും.